നടക്കാറില്ല. പക്ഷെ ജൗഹർ അത് നല്ല സ്വഭാവമാണ്. പിന്നെ ആൾക്കാർ അങ്ങോട്ട് പോയി പരിചയപ്പെടുക എന്നുള്ളത് പിന്നെ ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജൗഹറിനെ കുറിച്ച് നമുക്കൊന്ന് വ്യക്തമായി ജൗഹർ പിന്നെ വേറെ നിങ്ങൾ വരെ അപ്പിയറൻസ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. കാരണം ഞാനും അതും കുളിച്ചിട്ടില്ല. അപ്പോൾ അത് വിഷയമാക്കണ്ട. കാരണം ഡിസിഷൻ ആയിരുന്നു. അതായത് നമുക്ക് ശരിക്കും നമ്മൾ ഇന്നത്തോടെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നിന്നതായിരുന്നു. അതെ. അപ്പോൾ ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഉറക്കം എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു തുടങ്ങിയത് ഞങ്ങൾ ട്രിപ്പിനോട് നമുക്ക് ഓക്കെ അബ്ദു ഇങ്ങനെ പറഞ്ഞു നമുക്ക് നയഗ്രയിൽ വിട്ടാലോ എന്ന് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങ് ചെയ്താണല്ലേ ബ്രോ? അതെ, നമ്മള് പിന്നെ എടുത്തൊരു ഡിസിഷനാണ്. അതെ, നമ്മള് പിന്നെ കൂടിയത് പിന്നെ വെള്ളിയാഴ്ച നൈറ്റിൽ കൂടി. അന്ന് നമ്മള് പിന്നെ ഒരു മൂവി കാണാൻ പോയി. അപ്പൊ അത് ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഫിലിം ഞാൻ പറഞ്ഞു, അതായത് നല്ല പടം എന്നാ പോയി കണ്ടതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ ആവേശം എന്ന സിനിമ കണ്ടു. എനിക്ക് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആബ്സല്യൂട്ട്ലി ഒരു കിടിലം മൂവി ആയിരുന്നു. എനിക്ക് അത് എല്ലാവരും ഓരോരുത്തരും നന്നായി പെർഫോം ചെയ്തായിരുന്നു. എനിക്ക് ആ ഫഹദ് ഫാസിൽ പിന്നെ എന്താ പറയുക അഭിനയിച്ചിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള 3 പേരും എല്ലാരും പിന്നെ ഞാന് ഇത് പറയണേ, കാരണം ഇതൊരു ചാനല് വലിയൊരു സബ്സ്ക്രൈബേഴ്സ് ആയി ഒരു 10 മില്യൺ ഫോളോവേഴ്സ് ആയി വളരട്ടെ ഇൻഷാ അല്ലാഹ്. അതിൽ കൂടുതലായിട്ട് കുളിച്ചിട്ടില്ല, പല്ലേച്ചിട്ടില്ല, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അബ്ദു നിയാസ് ബ്രോയും നൈസായിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയി. ഇവിടെ ഞാൻ എന്താ പറയാ, നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, നമ്മളിപ്പോ പ്രശ്നമുണ്ടായതുകൊണ്ടാണ് മറ്റ് സഹോദരന്മാര് അത് സമ്മതിക്കാത്തത്. പിന്നെ എന്നെ പറ്റി പറഞ്ഞില്ല. പേര് ജൗഹർ, കോഴിക്കോട് നാദാപുരത്താണ് വീട്. ഉപ്പ ഉമ്മ ടീച്ചറാണ്. പിന്നെ വൈഫ് കാനഡയിൽ പഠിക്കാൻ വന്ന് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞ് US പോയി. അവിടെ ജോലി കിട്ടിയിട്ട് പോയി. 2 അനിയന്മാരുണ്ട്. ഒരാൾ MCA കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നു അഡ്മിനിൽ. ഒരാൾ ഡിഗ്രി ഫൈനൽ ഇയർ BA ഇംഗ്ലീഷ്. ബാഡ്മിൻ്റൺ കളിക്കും. ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ഷെയർ ചെയ്യാത്തൊരു പുതിയ ന്യൂസാണ്. പിന്നെ പ്ലെയർ ആണെന്നറിയാം, ഒരു പ്ലെയർ ആണെന്നറിയാം. ഖത്തറിൽ കളിക്കാൻ പോകുന്നു. പിന്നെ ഞാൻ 2 വർഷം ഖത്തറിലായിരുന്നു. പിന്നെ നാട്ടിൽ 5 വർഷം എക്സ്പീരിയൻസ് ആയി. PhD ചെയ്തിട്ടുണ്ട്. 3 പ്രോജക്റ്റിൽ 2 പ്രോജക്റ്റ് കഴിഞ്ഞ്. ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തില്ല. അത് കംപ്ലീറ്റ് ആയാലാണ് PhD കംപ്ലീറ്റ് ആവും. ഇപ്പം കംപ്ലീറ്റ് അല്ല, ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷനേ ഉള്ളൂ. ഇപ്പം കാനഡയിൽ ആമസോണിൽ വർക്ക് ചെയ്യുന്നു. വന്നിട്ട് ഒരു 1-2 ആഴ്ച കൊണ്ട് കയറി. ഇപ്പോൾ അവിടെ തന്നെ ഈ ഒക്ടോബറായി 2 വർഷമായി. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ജൗഹർ ഭായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൗഹർ ഭായ് കുറേ അവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ പഠിച്ചിട്ടുണ്ട്. BCom, പിന്നെ ബോഷിൻ്റെ സേഫ്റ്റി ഇത് പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഡിപ്ലോമ ഒക്കെ കാണുന്നുണ്ട്. മറൈൻ ഫീൽഡിലെ എല്ലാ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് അർത്ഥം എന്നാണ് ഒരു പുസ്തകപ്പുഴുവാണെന്ന് അവൻ മുമ്പ് പറയാറുണ്ട്. പിന്നെ കുറേ വായന ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പിന്നെ വായന വളരെ കുറവാണ്. വായിക്കും, ഡയറി എഴുതും, അങ്ങനത്തെ കുറേ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം മുടങ്ങാതെ ഡയറി എഴുതി നോട്ട്ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കാനഡയിൽ വന്നപ്പോൾ 1 വർഷം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലിയും മറ്റേതൊക്കെ ആയിട്ട് ടച്ച് വിട്ടുപോയി. പിന്നെ വായന അതേപോലെ വിട്ടുപോയി. പക്ഷെ ഇപ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യം വായന തന്നെയാണ്. പക്ഷെ അത് ശരിക്കും നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയരുത്. അതൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വായന? ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ മലയാളം ബുക്സ് കിട്ടുന്നില്ല. എനിക്ക് മലയാളം, അതായത് വേൾഡിലെ ഫേമസ് ആയ ബുക്ക് മലയാളം പരിഭാഷയാണ് എനിക്ക് വായിക്കുന്നത് ഇഷ്ടം. പക്ഷെ അതിവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ എൻ്റെ വായന ഇല്ല, ഇവിടെ ഇംഗ്ലീഷേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കിയാലും നമുക്ക് മലയാളത്തിന് അത്ര ഒരു ഇത് കംഫർട്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് പോയി. ശരിക്കും നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ
നിർബന്ധമായിട്ട് ഞാൻ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് എഴുതിയത് അതായത് 20 ബുക്സാണ്, ഒരു 24 ബുക്സ് ഒരു മാസം. ആ ബുക്സിന്റെ ലിസ്റ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, കാരണം അതൊക്കെ ഇപ്പൊ ചില ആൾക്കാരെ സെലക്ഷന് പക്ഷെങ്കിൽ എന്താ പറയാ വായിച്ച ബുക്സൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുക. പക്ഷെ ഈ കാനഡയിലെ വിസ കിട്ടി വരുമ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബുക്കൊക്കെ ഞാൻ പെട്ടിയിൽ വെച്ചിട്ട് വെയിറ്റ് കൂടിയോണ്ട് ഉമ്മ എടുത്ത് അളമാറിയിൽ വെച്ചതാ. അപ്പൊ കുറെ ബുക്ക് വായിക്കാത്ത വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ജൗഹറിന് നമ്പർ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? പിന്നെ ഇത് പബ്ലിക് പിന്നീട് ഒഴിവാക്കാൻ കഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. 437-255-6307 അതാണ് എൻ്റെ കാനഡ നമ്പർ. US-ലേക്കും പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് ഉണ്ട്, പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പേര് ജൗഹർ ഷാ, ഇൻസ്റ്റയിലും ജൗഹർ ഷാ. അത്ര ഷാ എന്നുള്ള മീൻസ് എന്റെ പേരൊന്നല്ല, എന്റെ ഉമ്മാന്റെ പേര് ഷാഹിൻ എന്നാണ്. അപ്പൊ ഉമ്മാന്റെ 4 അക്ഷരം ഷാ ആക്കിയിട്ട് ജൗഹർ ഷാ എന്ന് ഇട്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ പേര് വെറും ജൗഹർ എന്നേ ഉള്ളൂ. അതെ, ഒഫീഷ്യൽ നെയിമിൽ ഷാ ഉണ്ടോ? ഇല്ല. ഞാൻ ഒരു സോഷ്യൽ മീഡിയ പേര് ഉള്ളൂ. ഉമ്മാന്റെ പേരിന്റെ 4 അക്ഷരം. ഓക്കെ, എല്ലാത്തിനും മുമ്പ് +1 കൂട്ടണേ നിങ്ങൾ നാട്ടിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ, അതാരാ ഇടണേ? അപ്പോൾ പിന്നെ വേറെ എന്താ, പിന്നെ അൻസാറിൻ്റെ നമ്പർ ഷെയർ ചെയ്യണോ? ഓക്കെ ഓക്കെ, അത് നമ്മൾ പ്രൈവസി ഭാഗമായിട്ടാണ്. കാരണം ഇൻ കേസ് ഇതൊക്കെ വൈറലായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ റിപ്ലൈ തരാൻ കഴിയണമെന്നില്ല. അത് നിങ്ങൾ അഹങ്കാരം ഒന്നും ആയിട്ട് കണക്കാക്കണ്ട, കാരണം ഇവിടെ ഓരോ തിരക്കുണ്ടാവും. അത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പിന്നെ നമ്മൾ അയക്കുമ്പോൾ അവർ ഉടനെ തന്നെ റിപ്ലൈ തരുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അവരുടെ കുറേ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിടിക്കണേ? ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ വന്നിട്ട് ഒരു 6 തവണയാണ് തിയേറ്ററിൽ ഞാൻ പോയത്. എനിക്ക് തോന്നുന്നു 6 തോന്നുന്നു. അതിലേറ്റവും എനിക്ക് ഒരു വൈബ് കിട്ടി ഇന്നലത്തെ പടം. ഇന്നലത്തെ വൈബ് തുടക്കം മുതൽ അവസാനം വരെ ഒരു സാഡ് പോലെ ഇല്ല. അതായത് എപ്പോൾ എനർജിയുള്ള ഒരു ഫീലിംഗ്. നരസിംഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നരസിംഹ ഭയങ്കര ഇഷ്ടമുള്ള പടം. അതേപോലത്തെ ഒരു പടം കണ്ടപ്പോൾ അത് പറഞ്ഞത് ഞാനാണ്. ഈ പടം കാണാൻ അതെ അത് പറഞ്ഞത് അൻസാറാണ്. ഞാനാണ് പറഞ്ഞത് പടം അടിപൊളി പടം, ഗംഭീര പടമാണെന്ന് പറഞ്ഞത്. പക്ഷെ പടത്തിനെ പറ്റിയിട്ട് എനിക്ക് വലിയ അറിവും കാര്യമൊന്നും ഇല്ല. എല്ലാവരും നല്ല പടം എന്നൊക്കെ പറയും, ഞാൻ ഓക്കെ. ചില അങ്ങനെ കണ്ടൊരു വെള്ളിയാഴ്ച കണ്ട പടത്തിന്റെ വേദന വർഷങ്ങൾക്ക് വെറും പന്നപ്പടം. നമ്മള് പന്നപ്പടം എന്നൊന്നും പറയരുത്, കാരണം എന്താന്ന് പറഞ്ഞാല് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ക്രിയേഷൻ ആണ്. അതെ, നമുക്ക് പേഴ്സണലി അതിനെ വലുതായിട്ട് വൈബ് വന്നിട്ടില്ല. ശ്രീനിവാസന്റെ മോനില്ലേ ധ്യാന്, അവന് കുഴപ്പമില്ല, അഭിനയിച്ചിട്ടുണ്ട്, നല്ല അഭിനയ. പിന്നെ നിവിൻ പോളി നല്ല പൊളിച്ച്. നിവിൻ എനിക്ക് ഇതിന്റെ ഒരു ആവേശം ഒന്നും തുടങ്ങി എവിടാന്നറിയോ? അല്ലല്ല, അവളെ ബേസിൽ ജോസഫിനെ കണ്ടപ്പോ ബേസിൽ ജോസഫ് മാരകായിരുന്നു. നിവിൻ പോളി ഉഷാറായിട്ടുണ്ട്. കുറെ പേർക്ക് ഈ പടം നല്ല ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാരും വ്യത്യാസം ഉണ്ടല്ലോ. കാരണം നമ്മളൊരിക്കലും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയാ, നമ്മളൊരിക്കലും വലിയ ഹൈപ്പ് പ്രതീക്ഷിച്ചിട്ട് ഒരു പടത്തിനും പോവരുത്. കാരണം ഉണ്ട്. അപ്പം അങ്ങനെ ഹൈപ്പ് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്വാദനം നഷ്ടപ്പെടും. എന്തായാലും ആവേശം നമ്മൾ ഹൈപ്പ് വെച്ച് പോയിട്ട് ആ ഹൈപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഡിപ്പെൻസ് ആണ്. ശരിക്കും പറഞ്ഞ അഭിനയത്തിന്റെ കാര്യത്തില് ഈ നിലവിൽ എടുത്ത നമ്മൾ കുറെ പൊക്കി പറഞ്ഞിട്ട് നമുക്കത് എപ്പോഴും അറിയാം. എന്നാലും